അതിന് നിങ്ങൾക്കറിയാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. RSSും മായിട്ടുള്ള ഒരു സന്ധി CPM ഉണ്ടാക്കി ഇദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം. അതിൽ RSS നേതാക്കളുമായിട്ടുള്ള ചർച്ചയിൽ നിന്ന് BJPയെ മാറ്റി നിർത്തണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ BJP നേതാക്കളില്ലാതെ RSS നേതാക്കളുമായി നേരിട്ട് അംഗരക്ഷകരും പരിവാരങ്ങളും ഒന്നുമില്ലാതെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്തിയിട്ട് ഒരു സന്ധി ഉടമ്പടി ഉണ്ടാക്കിയില്ലാണ് ആളാണ് അദ്ദേഹം. പ്രധാനമന്ത്രിയായിട്ട് എന്തൊക്കെ ഇതുണ്ടാക്കി എന്നുള്ളത് മറ്റ് കൂടുതൽ ഇതിലേക്ക് ഞാൻ പോയാൽ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വസ്തുതാപരമാണ്, രേഖകളുള്ളതാണ്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വായനക്കാർക്ക് വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ.